സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. നമ്മളോട് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ റൗലറ്റ് നിയമങ്ങൾ പാസാക്കിയ വർഷം ഏതാണ്? റൗലറ്റ് നിയമങ്ങൾ 1919 ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം, ഗദ്ദർ പാർട്ടി 1913 ഗദ്ദർ പാർട്ടി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923. വർഷങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഉത്തരം വരുന്നത് ഏതാണ്? കാലഗണന അനുസരിച്ച് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, BCAD. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു, ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായണൻ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എയും ഡിയും, ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഇനി യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചതോ? യുഗാന്തർ പാർട്ടി ഭരീന്ദ്ര കുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത, അരബിന്ദോ ഘോഷ് എന്നിവരാണ്. അടുത്ത ചോദ്യം, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. തന്നിരിക്കുന്നു, നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള 2 പ്രസ്താവനകൾ അടങ്ങുന്നത് കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയും സിയും ശരിയാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. അതുപോലെ ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. നവജീവൻ ആരുടേതാണ്? നവജീവൻ ഗാന്ധിജിയുടെ പത്രമാണ് നവജീവൻ. സമ്പാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. സമ്പാദ് കൗമുദി, രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. മരണാനന്തര ബഹുമതി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ബിയും സിയും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബിയും സിയും. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്ന ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവിക ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. കാലഗണനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. DABC. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകൃതമായ വർഷം ഏതാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ഏതാണ്? 1943. ഇനി റോയൽ ഇന്ത്യൻ നേവിയിലെ നാവിക ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയത് 1946. 1946.
ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930. 1930. ഉത്തരം ഡി, എ, ബി, സി. അടുത്ത ചോദ്യം, 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി, എ, ബി. സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി. ബി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡിയും എയും. ഡി, എ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു, ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 എന്ന് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 എന്ന് തന്നിരിക്കുന്നു. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 ആദ്യത്തെ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. എ, ബി, സി എന്നിവ തെറ്റാണ്. ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 23. ഇനി ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975. 1975 75 ഏപ്രിൽ 19. ഇനി മംഗൾയാൻ വിക്ഷേപിച്ച വർഷം ഏതാണ്? മംഗൾയാൻ വിക്ഷേപിച്ചത് 2013. 2013 മംഗൾയാൻ വിക്ഷേപിച്ചത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയ ദിനം ജൂലൈ 16 തന്നിരിക്കുന്നു. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 എന്ന് തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. എയും സിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാർഗിൽ വിജയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കാർഗിൽ വിജയ ദിനം ജൂലൈ 26 ജൂലൈ 26 കാർഗിൽ വിജയ ദിനം. ഇനി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം ഏതാണ്? 1971. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ആർ വെങ്കട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ഓപ്ഷൻ എ, ജ്ഞാനേഷ് കുമാർ. ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? മൗലികാവകാശങ്ങൾ US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെട്ടിരിക്കുന്നത്? മൗലിക കടമകൾ 51A ആണ്. 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്?
7ാം പട്ടികയിലാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? തന്നിരിക്കുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏതൊക്കെ എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് തന്നിരിക്കുന്നു. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏവ? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദി. ഇന്ത്യയുടെ മാനകരേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ്. അലഹബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് എക്കൽ മണ്ണാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂരാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏവ? ഉൾപ്പെടാത്തത് ഏവ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം. എ കെ ആന്റണി, വി കെ കൃഷ്ണമേനോൻ. നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണിച്ചുരം നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസ്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മദിൻ കെട്ടാൻചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? എ കെ ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല? കുറവ്, കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം? 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി.
ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയൻ സത്യാഗ്രഹം നടന്നത്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. ഇനി കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ചേരുംപടി ചേർക്കുവാനാണ് തന്നിരിക്കുന്ന പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ആത്മവിദ്യാസംഘം, അരയ സമാജം, യോഗക്ഷേമ സഭ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വീയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? റിക്കറ്റ്സ് വൈറ്റമിൻ D ആണ്. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരീനം അല്ലാത്തത് ഏത്? ഗിരിജ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ബ്രസീൽ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ? പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ശൂന്യതയിലാണ്. കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, സ്ഥാനാന്തരം. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഉയർന്ന കാലോറിക മൂല്യം ഉള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? സൂര്യപഠന ദൗത്യം ആദിത്യ L1 ആണ്. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ, ISR. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി, കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡീസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ. അനോഫിലസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ പോക്സ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം.
സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമിതമായി ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ ബി റെസ്പി ഫ്രഷ് TR മരുന്ന്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 82 ഉത്തരം വരുന്നത് 42 ആണ്. 83ാമത്തെ ചോദ്യം 83 ഉത്തരം വരുന്നത് 125 ആണ്. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 85ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 86 ഉത്തരം ഓപ്ഷൻ എ. 87 ഓപ്ഷൻ ഡി. 88ാമത്തെ ചോദ്യം 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ ബി. 92ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 93 ഓപ്ഷൻ ബി ആണ്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 95 ഓപ്ഷൻ ഡി. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 98ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 4. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.